കോളേജ് അവസാനിക്കാൻ ഇന്നൊരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഇന്ന് കഴിഞ്ഞാൽ എല്ലാം ഓർമ്മകൾ മാത്രം. പറയാൻ ബാക്കിയായ ഒരുപാട് പ്രണയങ്ങൾ, അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരുപാട് പ്രണയങ്ങൾ, പുതിയ പ്രതീക്ഷയോടെ പറക്കാനിരിക്കുന്ന ഒരുപാട് പ്രണയങ്ങൾ. അങ്ങനെ ഒരുപാട് പ്രണയകഥകൾ പറയാനുണ്ടാവും ഈ ക്യാമ്പസിലെ ഓരോരോ ചുവരുകൾക്കും വരാന്തകൾക്കും. ഇതിലേത് കഥയായിരിക്കും ഞങ്ങളെക്കുറിച്ച് ഈ ക്യാമ്പസിന് പറയാനുണ്ടാവുക? ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അങ്ങനെ വിളിക്കുന്നത് ചിലപ്പോൾ അതിമോഹമായിരിക്കാം. എന്നിരുന്നാലും എൻ്റെ മീനുവും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എനിക്ക് അവളോട് പ്രണയമാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ കേട്ടോ. അവളോട് ഇതുവരെ അത് പറയാനുള്ള ധൈര്യം എനിക്കിതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണം പറയാൻ. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വരെ എനിക്ക് പറ്റിയില്ല എന്നാണ് സത്യം. എനിക്ക് കോളേജിൽ അത്യാവശ്യം നല്ലൊരു ഇമേജുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറയാത്തതെന്ന് കരുതണ്ട. ഇനി സത്യം പറയാലോ, അവൾ നല്ല ഗ്ലാമറുള്ള പെൺകുട്ടിയാണ്. ഞാനാണെങ്കിൽ അത്ര പോരാ. എന്നെപ്പോലൊരുത്തൻ അവൾക്ക് ചേരില്ല എന്നറിയുന്നതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പറയാഞ്ഞതാ. നമ്മൾ നമ്മുടെ വീക്ക്നെസ് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? പിന്നെ ആകെ എന്നെ നാലാളറിയാൻ കാരണം ഞാൻ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന എൻ്റെ വയലിനാണ്. അത് വായിച്ച് കേൾക്കാനായിട്ടെങ്കിലും അവൾ എൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ, അതുതന്നെ സമാധാനം. അവിടെ ആ വരാന്തയിലെ തിണ്ണയിലിരുന്ന് ഞാൻ ഒരുപാട് തവണ അവൾക്ക് വേണ്ടി വയലിൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റായ സുന്ദരി കണ്ണാലൊരു സെയ്തി എന്ന ഇളയരാജയുടെ മനോഹരമായ ഡ്യുവറ്റ് എത്ര തവണ അവൾക്ക് വേണ്ടി വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവൾക്കും അത് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ അവളെ മനസ്സിൽ കണ്ടാണ് അത് വായിച്ചിരുന്നെന്ന സത്യം അവൾക്കറിയില്ലല്ലോ. പലപ്പോഴും മനസ്സ് തുടിച്ചിട്ടുണ്ട് പ്രണയം തുറന്നു പറയാനായി. അപ്പോഴേക്ക് അതിന് കടിഞ്ഞാണിടാൻ ഞാൻ നന്നായി പാടുവിട്ടിരുന്നു. എക്സാം കഴിഞ്ഞ് കോളേജ് അടക്കുമ്പോഴൊക്കെ അവളെ കാണാതെ മനസ്സ് വെമ്പിൽ കൊണ്ടിരുന്ന് പലപ്പോഴും ഞാൻ അറിഞ്ഞില്ലെന്ന് അടിച്ചിരുന്നു. എന്നാലും അടക്കാൻ പറ്റാതാകുമ്പോഴൊക്കെ ബൈക്കെടുത്ത് ഞാൻ അവിടെ വീടിൻ്റെ ചുറ്റും ഒരു റൗണ്ട് അടിക്കും. അവളറിയാതെ അവളെ ഒരു നോക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാനാവാത്തതാ. അവളുടെ നുണക്കുഴി തെളിയുന്ന പുഞ്ചിരിയിൽ ഞാൻ അറിയാതെ ലയിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും. എല്ലാം ഇന്നത്തോടെ അവസാനിക്കും. ക്യാമ്പസ് അവസാനിച്ചാൽ പിന്നെ അവളവളുടെ അമ്മയുടെ നാട്ടിലേക്ക് പോകും. നാളെ ആ ചിരി ആർക്കെങ്കിലും സ്വന്തമാവും. എൻ്റെ വയലിൻ അപ്പോഴും ആർക്കോ വേണ്ടി ആ ഗാനം വായിച്ചെന്നിരിക്കും. എന്നിരുന്നാലും നിന്നെ എനിക്ക് മറക്കാൻ കഴിയില്ല മീനു. നാളെ ഇവിടുത്തെ വരാന്തകൾക്ക് പറയാനായി ഒരു നഷ്ടപ്രണയത്തിൻ്റെ കഥ കൂടി. ഹായ് മിഥുൻ, ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ എവിടെയെല്ലാം തിരഞ്ഞു. മീനുവിൻ്റെ ആ ശബ്ദം കേട്ടാണ് ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. എന്താ മീനു, എന്തിനാ എന്നെ അന്വേഷിച്ച്? ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു. ഒന്നുമില്ലടാ, ഇന്ന് കോളേജ് അവസാനിക്കല്ലേ, എന്തോ ഒരു സങ്കടം പോലെ. അതിനെന്താ, മീനുവിന് ഈ അമ്മയുടെ കൂടെ നിൽക്കാമല്ലോ, അവിടേക്കല്ലേ പോകുന്നത്? ശരിയാ, എന്നിരുന്നാലും എല്ലാവരെയും മിസ് ചെയ്യില്ലെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. ഐ മിസ് യുടാ. നിൻ്റെ പാട്ടുകൾ അത് ഞാൻ ശരിക്കും മിസ് ചെയ്യും. നീ തരില്ല എന്നറിയാം, എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്താണെന്നുള്ള ഭാഗത്തിൽ ഞാൻ തലയാട്ടി. നിൻ്റെ വയലിൻ എനിക്ക് തരാമോ? അവിടെ ആ ചോദ്യത്തിന് മുമ്പിൽ എന്ത് പറയണമെന്നറിയാൻ ഞാൻ കുഴങ്ങി. ഞാൻ ചുമ്മാ ചോദിച്ചാടാ മണ്ടൂസേ, നീ ആ സുന്ദരി ഒന്ന് വായിക്കുമോ എനിക്ക് വേണ്ടി ഒന്നുകൂടെ? അതിനെന്താ, ഞാൻ സന്തോഷത്തോടെ വയലിനെടുത്ത് വായിക്കാൻ തുടങ്ങി. വാഴ്പിടിത്ത് നിன்றால் கூட நெஞ்சில் உந்தன் ஊர்வலம் போர்க்களத்தில் சாய்ந்தால் கூட ஜீவன் உன்னை சேர்ந்திடும் தேனிலவு நான் வாழ ஏன் இந்த சோதனை வானிலவை நீ கேளு கூறும் என் வேதனை நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நாம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தேன் உனக்காக ജന്മമേ കൊണ്ടേൻ അതற்കാക. മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ നിരവന്താൻ തുടങ്ങി. ഇത്രനാൾ വായിച്ചപ്പോൾ ഒരിക്കലും ഇത്തരം ഒരു ഫീൽ ഉണ്ടായിട്ടില്ല താനും.
ഞാൻ വായിച്ചത് എൻ്റെ ഹൃദയം കൊണ്ടായിരുന്നു. ഇനി ഒരിക്കലും അവൾക്ക് വേണ്ടി വായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ വിഷമം കൊണ്ടാവണം എൻ്റെ കണ്ണ് നിറഞ്ഞു. പതിവില്ലാത്ത വിധം അവൾ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നതുകൊണ്ട് അവൾക്കത് കാണാനായി. പക്ഷേ അവളൊന്നും ചോദിച്ചില്ല. വായിച്ച് കഴിയുന്നവരെ അവൾ എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾക്ക് എന്തോ എന്നോട് പറയാനുള്ള പോലെ, ആ നുണക്കുഴികൾ എന്തിനോ വേണ്ടി തുടിക്കുന്ന പോലെ അവളുടെ കണ്ണുകൾ നിറയുന്നുവോ അത്രേ എനിക്ക് വായിക്കാൻ പറ്റിയുള്ളൂ. കൈകൾ വിറക്കാൻ തുടങ്ങി. അവൾ എൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി. ഭാവഭേദം ഏതുമില്ല. അത് പാടി മുഴുമിച്ചത് എൻ്റെ വയലിനല്ലായിരുന്നു, അവളുടെ ചുണ്ടുകളായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഞങ്ങളുടെ മകൾ ആ പാട്ട് വയലിനിൽ വായിക്കുമ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിരിക്കും. ഒരു നിമിഷം ഞങ്ങൾ ആ വരാന്തയിലേക്ക് പോകും. ആ വരാന്തകൾക്ക് ഞങ്ങളോട് ഒരുപാട് കഥകൾ പറയാനുണ്ടത്രേ.